നമസ്കാരം. സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുന്നവരാണ് നമ്മളൊക്കെ. നന്നായി എന്നർത്ഥമാക്കിയത് കൂടുതൽ സമയം, മിനിറ്റുകൾ തൊട്ട് മണിക്കൂറുകളും ദിവസങ്ങളോളം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലോൺ ആപ്പുകളുടെ പ്രവാഹമാണ്. നമ്മളെ മോഹിപ്പിച്ച് ലോണുകളിലേക്ക് എത്തിക്കുക, നമ്മളെ കൊണ്ട് ലോൺ എടുപ്പിക്കുക. ലോൺ എടുത്തു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം മുതൽ വിളിയാണ്, അടയ്ക്കൂ അടയ്ക്കൂ അടയ്ക്കൂ. എടുത്താൽ അടയ്ക്കണം, സംശയമൊന്നുമില്ല. പണം കയ്യിൽ വാങ്ങിയാൽ അടയ്ക്കണം. പക്ഷേ ഇതങ്ങനെയല്ല, നിരന്തരം ശല്യപ്പെടുത്തലാണ്. ശല്യപ്പെടുത്തൽ ലോണ് എടുത്തയാളിനെ മാത്രമല്ല, നമ്മൾ പരിചയപ്പെടുത്താൻ കൊടുക്കുന്ന ആളിന്റെ നമ്പറിലേക്ക് നിരന്തരം ഫോൺ വിളിയായിരിക്കും. പിന്നെ ഇതിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം എന്താണ് എന്ന് സാധാരണ ആളുകൾ തിരിച്ചറിയണം. പിന്നെ ഈ ഫോൺ ആപ്പ് സംഘങ്ങൾ നടത്തുന്ന ക്രൂരതകൾ, ചെയ്യാൻ പാടില്ലാത്ത കഥകൾ നമ്മൾ അറിയണം. അറിഞ്ഞാൽ ഈ ആപ്പുകളിൽ ചെന്ന് തലവെക്കണോ എന്ന് നമ്മൾ വീണ്ടും ഒന്ന് ആലോചിക്കും. എന്തൊക്കെ അറിഞ്ഞാലും കേട്ടാലും മനസ്സിലാകാത്തവരാണ് മലയാളികൾ. പണ്ടുള്ളവർ പറയും, കണ്ടറിയാത്തവൻ കൊണ്ടറിയും, അല്ലെങ്കിൽ കാക്ക കണ്ടറിയും, കോക്ക് കൊണ്ടേ അറിയും എന്ന് പറഞ്ഞാൽ ശത്രു ദൂരെ നിന്ന് വരുന്നത് കാക്ക കണ്ടറിയും, പറന്നു മാറും. കൊക്ക് ഏറെ കൊണ്ടാൽ മാത്രമേ മനസ്സിലാകൂ. മലയാളികൾ കൊക്കുകളായി മാറുകയാണ്. സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള വാർത്തകൾ അറിയുമ്പോൾ ഒരു കാര്യം, മലയാളിക്ക് കൊണ്ടാലും അറിയില്ല. കൊക്ക് കൊണ്ടെങ്കിലും അറിയും, മലയാളി കൊണ്ടാലും അറിയില്ല. പത്രങ്ങളിൽ ദിവസവും വരുന്ന വാർത്തകളാണ് ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച്. ഡിജിറ്റൽ അറസ്റ്റിൽ പെട്ടുപോകുന്ന മലയാളികളുടെ തലപ്പൊക്കം ഒന്ന് അന്വേഷിക്കുക, അറിയുക. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സമൂഹത്തിൽ വലിയ നിലയിലുള്ള ആൾക്കാർ, സമ്പന്നർ, എന്തിന് ജഡ്ജി പോലും ഡിജിറ്റൽ അറസ്റ്റിൽ പെട്ടുപോയി പണം നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തെരിച്ചു പോകാറുണ്ട്. പിന്നെയാണോ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഫോൺ ആപ്പുകൾ, ലോൺ ആപ്പുകൾ? ലോൺ ആപ്പ് സംഘങ്ങൾ ആദ്യം ചെയ്യുന്നത്, നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആളിനെ പരിചയപ്പെടുത്താൻ മറ്റൊരാളിന്റെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ അഡ്രസ് ചോദിക്കും, അവരുടെ ഫോൺ നമ്പർ കരസ്ഥമാക്കും. എന്നിട്ട് അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. ഓക്കെ, ലോൺ അനുവദിച്ചു കിട്ടുന്നു. ലോൺ അനുവദിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത്, നമ്മുടെ ഫോണിനെ മിക്കവാറും ഹാക്ക് ചെയ്യും. നമ്മുടെ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റ് അവരുടെ കയ്യിലാകും. നമ്മുടെ ഫോണിലെ വ്യക്തി വിവരങ്ങൾ ലോൺ ആപ്പ് സംഘത്തിന്റെ കയ്യിലാകും. അത് അവർ ദുരുപയോഗം ചെയ്യും. നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റും ഫോണിലെ വ്യക്തി വിവരങ്ങളും ഉൾപ്പെടെ. എന്തിന്, നമ്മൾ സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ ഫോട്ടോ വരെ അവർ മോർഫ് ചെയ്യും. മോർഫ് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും. ആദ്യം ലോൺ എടുത്ത ആളിന് അയച്ചു കൊടുക്കും. എന്നിട്ട് ഭീഷണിപ്പെടുത്തും, ഇതാ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് അയക്കുകയാണ്, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അയക്കുകയാണ്, മര്യാദയ്ക്ക് പൈസ അടയ്ക്കുക. ആകെ വിരണ്ടു പോകുന്ന ലോണി അഥവാ ലോൺ എടുത്ത ആൾ ആദ്യ ലോണിന്റെ പലിശ അടയ്ക്കുന്നതിന് വേണ്ടി മറ്റൊരു ലോൺ ആപ്പിനെ സമീപിക്കുന്നു. ഇത് ആവർത്തിക്കുന്നു. അവിടെയും പിടിയില്ലാതെ വരുമ്പോൾ സാധാരണ നാട്ടിലെ പലിശക്കാരെ സമീപിക്കുന്നു, ബ്ലേഡ് മാഫിയ സംഘങ്ങളെ സമീപിക്കുന്നു. ഇങ്ങനെ നിലയില്ലാ കയത്തിലേക്ക് ലോണി വീണുപോകുന്നു. അത് അവസാനം ആത്മഹത്യകളിലേക്ക് എത്തിക്കുന്നു. ആത്മഹത്യയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതിപ്പോൾ പറഞ്ഞു വന്നത് അഞ്ചരക്കണ്ടി ഡെന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തെക്കുറിച്ചാണ്. കോളേജ് അധികൃതരുടെ പ്രവർത്തികളെ വെള്ളപൂശുന്നതിനല്ല ഞാനിത് പറയുന്നത്. അക്കാര്യം പോലീസിന്റെ അന്വേഷണത്തിലാണ്. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ലോൺ ആപ്പിനും അതിലൊരു പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിനാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത വടകര ആയഞ്ചേരി സ്വദേശി വിഷ്ണുപ്രകാശിന്റെ മരണത്തെക്കുറിച്ചാണ്. വിഷ്ണുപ്രകാശും ഇതുപോലെ ലോൺ ആപ്പ് സംഘത്തിന്റെ ഭീഷണിയിൽ പെട്ടുപോയ ആളാണ്. 8 മാസങ്ങൾക്ക് മുമ്പ് വിഷ്ണുപ്രകാശിന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലോൺ ആപ്പ് സംഘങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഈ അവസരത്തിൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വിഷ്ണുപ്രകാശ് ബ്ലേഡ് മാഫിയ സംഘങ്ങളെ സമീപിച്ചു. അവിടെ നിന്ന് വാങ്ങിയ പൈസയും ഇയാളുടെ അസ്ഥിവാരം തൊടുന്നതായിരുന്നു. ഇപ്പോൾ വിഷ്ണുപ്രകാശിനെ കാണാനില്ല. ഒന്നും സംഭവിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
സാധാരണക്കാർ ഇതുപോലുള്ള സംഘങ്ങളെ, ലോൺ ആപ്പ് സംഘങ്ങളെയും അതുപോലെ ബ്ലേഡ് മാഫിയകളെയും ഒക്കെ സമീപിച്ച് പണം വാങ്ങുമ്പോൾ 5%, 10%, 50% വരെ എന്ന് പറഞ്ഞാൽ ദിവസ പലിശയ്ക്ക് വരെ നമ്മൾ പണം വാങ്ങാറുണ്ട്. അങ്ങനെ വാങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യയെ, സഹോദരിയെ, അമ്മയെ, അച്ഛനെ ഒക്കെ ഒന്ന് ആലോചിക്കുക. ഇവരുടെ എല്ലാം അസ്ഥിവാരം തോണ്ടിയിട്ട് വേണോ നമുക്കിത് നേടുന്നതിന്? ഇതുപോലുള്ള ചതിക്കുഴികളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.